നമ്മുടെ കലാസമിതിയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കലാഭവൻ സതീഷും സംഘവും അവതരിപ്പിക്കുന്ന മണിയുടെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായൊരു ഗാനസന്ധ്യയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ പരിപാടിയുടെ കലാസമിതിയുടെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ മണി അനുസ്മരണം, കുറഞ്ഞ വാക്കുകളിൽ കലാഭവൻ മണിയെ സംബന്ധിച്ച് ആ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളിവിടെ സംഗമിച്ചിരിക്കുകയാണ്. മനോഹരമായ മണിയുടെ പാട്ടുകൾ മലയാളത്തിൻ്റെ വശ്യവചസ്, മലയാളത്തിൻ്റെ അഭിമാനമാണ് കലാഭവൻ മണി. ആ മണിയുടെ പാട്ടുകൾ ഓരോരുത്തർക്കും ഗൃഹാതുരത്വം ഉണ്ടാകുന്ന ഓർമ്മകളാണ് സമ്മാനിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ മനോഹരമായ ഒരുപാട് പരിപാടികൾ, ഡാൻസ്, മറ്റു പരിപാടികളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ കലാകാരന്മാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പേരെടുത്ത് പറയുന്നില്ല, അതൊക്കെ ഇവിടെ പിന്നീട് പറയും. എല്ലാവരെയും സ്വാഗതം ചെയ്യുക കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ എന്നുള്ളത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ നമ്മൾ സമയക്രമീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ചെയർമാൻ ഈ കലാസമിതി വളരെ ഭംഗിയായി, വളരെ ആശയ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്ലാൻ ചെയ്യുകയും വിവിധങ്ങളായ പരിപാടികൾ നടപ്പാക്കുകയും ചെയ്തു. ഇനിയും ഈ നാട്ടിലെ ചെറിയ ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ ആരംഭിച്ചിട്ടുള്ള കലാസമിതിയിൽ ഈ നാട്ടിലെ സാധാരണക്കാരാണ് പിന്തുണ നൽകുന്നത്. അവർ നൽകുന്ന 100 രൂപയും 200 രൂപ അടക്കം സാധാരണക്കാരൻ്റെ പൈസ വാങ്ങിച്ചിട്ടുകൊണ്ട് സാധാരണക്കാരുടെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ കലാഭവൻ മണിയുടെ ഒരു പരിപാടി ഇവിടെ വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷാധികാരികൾ പ്രിയപ്പെട്ട ഉമ്മർ തയ്യിൽ അവരുകൾ, വലിയ പിന്തുണയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ട ചെയർമാൻ സമദ് മങ്കട, അതുപോലെ തന്നെ അരവിന്ദേട്ടൻ, സുരേന്ദ്രൻ മങ്കട. സുരേട്ടൻ മുന്നോട്ട് വരണം, ബാക്കിലിരിക്കേണ്ട ആളല്ല, നിങ്ങൾ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ ഓരോ കലാകാരന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇവിടെ ഉള്ളത്. കലാകാരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും. ഇത് നല്ലൊരു സന്ധ്യയാണ്, ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ മങ്കടയുടെ കൂട്ടായ്മയാണ്. മങ്കടയിലെ ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ ഒന്നുമില്ല, എല്ലാവരും ഒന്നാണെന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സദസ്സാണ് ഈ സന്ധ്യ. സൗഹൃദത്തിൻ്റെ സന്ധ്യയാണ്. 7 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച രവിവർമ്മയുടെ നാടാണ്. ഇത് കലയുടെ മണ്ണാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ അകാലത്തിൽ വേർപെട്ടുപോയ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കലാഭവൻ മണിയുടെ അനുസ്മരണം കുറഞ്ഞ വാക്കുകളിൽ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സമദ് മങ്കട, ചലച്ചിത്ര നിർമ്മാതാവ്, നേതാവ്, കോൺഗ്രസ് നേതാവ്, ചരിത്രകാരൻ, എഴുത്തുകാരൻ, എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സമദ് മങ്കട അവരുകളെ ഈ ചടങ്ങിൻ്റെ അനുസ്മരണ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ മനോഹരമായ സായാഹ്നത്തിലേക്ക് മങ്കട IMS പ്രൊഫസർ അംസതയിൽ സ്മാരക ഓഡിറ്റോറിയത്തിൻ്റെ ഈ മുറ്റത്ത് സമ്മേളിച്ചിട്ടുള്ള ഈ കലാവിരുന്നിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മങ്കട കലാസമിതി 1 വർഷം ആകുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ പരിപാടികൾ ഇങ്ങനെ നടത്തി, അത് ചെറിയ പരിപാടികളാണെങ്കിലും വലിയ പരിപാടികളായിട്ടാണ് മാറുന്നത്. മങ്കടയിൽ ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെ ഒരു ശൃംഖല കണ്ണി തീർക്കുക എന്നുള്ളതാണ്, ഇഴയടുപ്പം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മങ്കട കലാസമിതി ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. കലാഭവൻ മണി അനുസ്മരണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ പരിപാടി നടത്തുന്നത്. ക്രിസ്മസ് വെക്കേഷന് വേറൊരു പരിപാടി കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കലാഭവൻ സതീഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ട്രൂപ്പിൻ്റെ വളരെ പ്രൊഫഷണലായിട്ടാണ് അവരുടെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. ആ ട്രൂപ്പിൻ്റെ പ്രോഗ്രാം വളരെ സന്തോഷമായി നമുക്ക് അവരെ കിട്ടിയത്. കലാഭവൻ മണിയെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ 250ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളായി 250ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തുടങ്ങിയത് ഒരു മിമിക്രി കലാകാരനായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് സിനിമയിൽ കൊമേഡിയനായിരുന്നു.
പക്ഷെ പിന്നീട് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തു, നായക കഥാപാത്രങ്ങൾ ചെയ്തു, വില്ലൻ കഥാപാത്രങ്ങളൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ മണിച്ചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ അത്രമാത്രം അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുള്ള ആളായിരുന്നു. ഞാനൊരു സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ചാലക്കുടിയിലുള്ള വീട്ടിൽ പോയിട്ട്, അവിടെ ഒരു പ്രത്യേക കേന്ദ്രമൊക്കെ ഉണ്ട് ചാലക്കുടി പുഴയുടെ തീരത്ത്. ആ പുഴ അദ്ദേഹത്തിന്റെ പാട്ടിലൊക്കെ എപ്പോഴും വരാറുള്ളതാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്തായിരുന്നു. അത് പേഴ്സണൽ കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് ആ വ്യക്തിപരമായ ബന്ധം, സ്നേഹം, സൗഹൃദം അത് വെച്ച് പറയുകയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പടം ചെയ്യാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് തിരക്ക് വളരെ, അന്ന് ഇങ്ങനെ തമിഴിലും തെലുങ്കിലൊക്കെ കത്തി നിൽക്കുകയാണ്. അവിടെയൊക്കെ പിന്നീട് ഇഷ്ടംപോലെ പടങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് ആ പടം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വിളിച്ചു പറഞ്ഞ് ആ 1 ലക്ഷം രൂപ അദ്ദേഹം തിരിച്ചു തന്നു. 2016 മാർച്ച് മാസം 6-ാം തീയതിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. പക്ഷേ കലാഭവൻ മണി എന്നുള്ള ഒരാള് വിട്ടുപോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമകളേക്കാൾ ഏറെ ഈ മലയാളം നാട് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കലാഭവൻ മണി പാടി ജ്വലിപ്പിച്ച പാട്ടുകൾ ഇന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം, ചില നല്ല പാട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. ഒക്കെ ആയിട്ടാണ് നമ്മൾ കലാഭവൻ മണിയെ അങ്ങനെ അനുസ്മരിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ എല്ലാവരെയും മങ്കട കലാസമിതിയുടെ പേരിൽ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളെ ഓഡിറ്റോറിയം ഇവിടെ ഇതിൻ്റെ ഈ മുറ്റത്ത് വെച്ച് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും സൗജന്യമായിട്ട് ചെയ്തു തന്നത് നമ്മുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഉമർ തയ്യിലാണ്. അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ ഇതൊരു ടീമാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദൻ, മങ്കട ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന അരവിന്ദൻ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ, നമ്മുടെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് കുട്ടങ്കൽ, ശ്രീ മുഹമ്മദ്, നമ്മുടെ മുരളി, ഷാനവാസ് ഉണ്ട്, വലിയ കലാകാരനാണ്. അങ്ങനെ എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഉമർ തയ്യിൽ അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുപോലെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മങ്കടയിലെ അന്തരിച്ച പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് വാലിയുടെ ചിന്താധാരയിൽ നിന്നാണ് ഈ ഓഡിറ്റോറിയം ഉണ്ടായത്. ഈ ഓഡിറ്റോറിയം നിരവധി നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പരിപാടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കിട്ടിയില്ല എന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞപ്പോൾ എത്തിങ്ങാനയുടെ ഓഡിറ്റോറിയമാണെങ്കിലും അത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതിനെ അനുവദിക്കാൻ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സന്തോഷകരമായ സന്ദർഭമാണിത്. എത്തിങ്ങാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നല്ല കാര്യങ്ങൾക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതുപോലെ ചടങ്ങുകളിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമുക്ക് തുടങ്ങാമല്ലേ? സ്നേഹനിർഭരമായ നിമിഷങ്ങൾ ഉല്ലസിക്കാൻ, സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സൗഹൃദത്തിന്റെ പഴയ ഓർമ്മകളിലേക്ക്, അസൂര നിമിഷങ്ങളോടെ മധുരസ്മരണകളോടെ മങ്കട കലാസമിതിയിലേക്ക്, കലാസമിതിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നേടുകയാണ്. നമുക്കറിയാം, നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രിയങ്കരനായ കലാഭവൻ മണിയാണ്. അദ്ദേഹം പാടിയ പാട്ടുകൾ ഒരു വട്ടമല്ല പലവട്ടം കേട്ടാലും മതി വരാത്തവയാണ്. പഴമയുടെ രാഗവും പുതുമ നശിക്കാത്ത ഈണവും നമ്മെ ആ പഴയ സ്വരരാഗ സുതകളുടെ ഗതകാല സ്മൃതികളിലേക്ക് കൊണ്ടുപോകുന്നു. മനോഹരങ്ങളായ ഗാനങ്ങളിലേക്ക് കലാഭവൻ സതീഷും സംഘവും അവതരിപ്പിക്കുന്ന ഈ ഗാനമേളയിലേക്ക് ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് കൂടിയിരിക്കുന്നത് മങ്കട ഓർമ്മയിൽ എന്നും മണിച്ചേട്ടൻ. ഒരുപാട് സന്തോഷം നിറഞ്ഞ സമയമല്ലേ? കാരണം തീർച്ചയായിട്ടും നമുക്ക് മണിച്ചേട്ടന്റെ ഓർമ്മകളാണ് നമുക്ക് ജീവിതത്തിൽ എന്നും ഇല്ലേ നാടൻ പാട്ടിന്റെ പുതിയൊരു ലോകം മലയാളികൾക്ക് സമ്മാനിച്ച മണിച്ചേട്ടന്റെ ഓർമ്മകൾ. മങ്കട കലാസമിതി ഒരുക്കുന്ന ഓർമ്മയിൽ എന്നും മണിച്ചേട്ടൻ. വിഷ്ണു, എന്താ വിഷ്ണുവിന് മണിച്ചേട്ടനെ കുറിച്ച് പറയുന്നത്? മണിച്ചേട്ടന്റെ ഓർമ്മകളിൽ നിന്ന് മണിച്ചേട്ടനെ കുറിച്ചുള്ള ഒരു ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഓർമ്മ എന്താ? മണിച്ചേട്ടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മണിച്ചേട്ടൻ എല്ലാവർക്കും എന്താ പറയുക, പാട്ടുകളെ കൊണ്ടും അതേപോലെ തന്നെ അഭിനയം കൊണ്ടും എല്ലാവരും ഒരു തീർച്ചയായിട്ടും. ഏതായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ സമയം. അതുപോലെ നമ്മുടെ മങ്കട കലാസമിതി നമ്മുടെ നാടിന്റെ കലാ, കായിക, സാംസ്കാരിക, സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തനങ്ങളിൽ എന്നും നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന മങ്കട കലാസമിതി ഒരുക്കുന്ന ഓർമ്മയിൽ എന്നും മണിച്ചേട്ടന് ശരിക്കും പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലേ?
നമ്മുടെ തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ഒക്കെ അടക്കി വാണിരുന്ന ഒരു കാലം കേരളം. ആ കേരളത്തില് എന്നും പാവപ്പെട്ടവൻ പ്രതികരണം നടത്തിയിരുന്നത് ശാരീരികമായിട്ടായിരുന്നില്ല. അവർക്ക് എന്നും പ്രതികരണം നടത്തിയത് പാട്ടുകളിലൂടെ ആയിരുന്നു. ആ പാട്ടുകളായിരുന്നു പിൽക്കാലത്ത് നാടൻ പാട്ടുകളായിട്ട് പുനർജനിച്ചത്. ഓക്കെ, എന്തായാലും നാടൻ പാട്ടുകളിലേക്ക് ഞങ്ങൾ തുടക്കം കുറിക്കണം. നല്ലൊരു കയ്യടി തരുമോ? അത് ചോദിക്കോ? എന്താ ആർക്കൊരു ഉഷാറില്ലാത്തത്? നല്ലൊരു കൈയ്യടി പറട്ടെ. താങ്ക് യു. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഏതൊരു സംഗീത വേദി വരുന്ന സമയത്തും വിഷ്ണു, ഏതൊരു സംഗീത വേദി വരുന്ന സമയത്തും നമുക്ക് എന്നുള്ളത് മണിച്ചേട്ടൻ മാത്രമാണല്ലോ. തീർച്ചയായും. അപ്പൊ എന്തായാലും മണിച്ചേട്ടന്റെ പാട്ടുകളിലേക്ക് നമ്മുടെ ഒരുപാട് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വേദികളിലൂടെ തന്റേതായ സാന്നിധ്യം അറിയിച്ച ഒരു പ്രിയ കലാകാരനെയാണ് ഇനി നമുക്ക് ഈ ഒരു വേദിയിൽ നമുക്ക് എത്തിച്ചേർന്നുള്ളത്. ഈ അടുത്ത കാലത്ത് തമിഴകത്ത്, നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ തമിഴകത്ത് ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു ചിത്രമായിരുന്നു ജിപ്സി എന്ന ചിത്രം. ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു നമ്മുടെ ജീവ നായകനായി അഭിനയിച്ച ജിപ്സി എന്ന ചിത്രം. അതിനുശേഷം ഇനി ഇറങ്ങാൻ പോകുന്ന ചോപ്പ് എന്ന ചിത്രം, മനുഷ്യനാകണം എന്നൊരു ഗാനത്തോടു കൂടി മലയാളികൾ ഇപ്പൊ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ചിത്രമായിരുന്നു ജിപ്സി എന്ന ചിത്രത്തിലൂടെയുള്ള നമ്മുടെ കലാഭവൻ സതീഷ് ഉണ്ട്. ഇനിയുള്ളത് ശ്രേയ ഭാനുവാണ്. ഭാനുവിന്റെ ശ്രേയ ഭാനു ഗിന്നസിൽ 206 പാട്ടുകൾ പാടി 6 മണിക്കൂറോളം ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. അതുമല്ല പോരാത്തതിന് ഇപ്പം അടുത്ത ഒരു ശാരദ മൂവീസ് ഫിലിം അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഇനി വരുന്ന ഏപ്രിൽ 2024 ഏപ്രിൽ 23 നമ്മുടെ ജാനകിയമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ്ലി ഒരു 12 മണിക്കൂർ പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അപ്പൊ കലാകാരന്മാരെ എന്തായാലും നമ്മുടെ പ്രോഗ്രാം തുടങ്ങി നോക്കിയ വാക്കുകൾ കൊണ്ട് അതിപ്രസരമാക്കുന്നില്ല. നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ഒരുപാട് വേദികളിലൂടെ തന്റേതായ സാന്നിധ്യം അറിയിച്ച ഒരു പ്രിയ കലാകാരനെ, സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കുന്ന മങ്കടയുടെ മണ്ണിലേക്ക് പ്രിയ കലാകാരനെ നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. പുതിയ ഹാൻഡ്സ് ടുഗദർ, ലെറ്റ്സ് വെൽക്കം സതീഷ് ഏട്ടൻ. അതിന് തൊട്ട് മുന്നെയായിട്ട് നമ്മുടെ ജയേഷിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും മങ്കട കലാസമിതി നൽകുന്ന ഓർമ്മയിൽ നിന്ന് മണിച്ചേട്ടൻ ഈ പ്രോഗ്രാമിൽ ഇവിടെ പഠനോത്സവത്തിനായി കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരായിരം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മണിച്ചേട്ടൻ്റെ പാട്ടുകളിൽ കാത്തിരിക്കുന്നപ്പോൾ അതിന് മുന്നോടിയായിട്ട് മനോഹരമായൊരു ഭക്തിഗാനം എല്ലാ മതങ്ങളെയും ചേർത്തെടുക്കൊണ്ട് എല്ലാ മതങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായൊരു മതമൈത്രി ഗാനമാണ്. ഒരുപാട് സന്തോഷം. പാട്ട് ഇഷ്ടമായി എല്ലാവർക്കും. കാരണം സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കുന്ന പുണ്യമണ്ണ് മങ്കടയുടെ മണ്ണിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് മണിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട്. അപ്പോ ഇനിയുള്ളത് മണിച്ചേട്ടന്റെ ഓർമ്മകൾ കൊടുക്കുന്ന സമയത്ത് മണിച്ചേട്ടന്റെ ആദരം കൂടെ നമ്മളൊരു വേദിയിൽ വെച്ച് കൊടുക്കണ്ടേ? നമുക്ക് ആദ്യമായിട്ട് നമ്മള് നേരത്തെ പറഞ്ഞ നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ആ പ്രിയ കലാകാരനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് വേദികളിലൂടെ തന്റേതായ സാന്നിധ്യം അറിയിച്ച മണിച്ചേട്ടന്റെ പാട്ടുകളുമായിട്ട് ലോകം കീഴടക്കിയ പ്രിയ കലാകാരനെ നല്ലൊരു കൈയ്യടി കൊടുക്കുന്ന സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ സതീഷ്. സതീഷ് ചേട്ടാ നമസ്കാരം. ഓക്കെ, അപ്പൊ സതീഷ് ചേട്ടാ, നമ്മൾ ഇന്ന് മങ്കട കലാസമിതി അണിയിച്ചിരിക്കുന്നൊരു സന്തോഷം ഇരിക്കുന്നില്ല എത്തിച്ചേർന്ന് ഒരുപാട് പേര് ഒരുപാട് സമയത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്താ മങ്കടയുടെ മണ്ണിനോടും മണിച്ചേട്ടന്റെ സ്നേഹത്തിനോടും കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. സാധാരണ നമ്മളൊരു സ്റ്റേജിൽ നമ്മൾ ഇച്ചിരി ഐറ്റലും അത് നോക്കാനൊരു സുഖം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു അറിയാലോ അല്ലേ സന്തോഷം. പരിപാടി നമ്മൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന മങ്കടയിലെ കലാസമിതി ഒരുപാട് നന്ദി പറയാം. കാരണം എന്താ പറയുക, ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. റിയാസ് ഭായും മമ്മൂട്ടിയൊക്കെ സതീഷ് ചേട്ടൻ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. മങ്കടയ്ക്ക് എൻ്റെ ഒരു ബന്ധം കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് മണിച്ചേട്ടൻ, ഞാനും മണിച്ചേട്ടനും കൂടി ഒരു വേദി പങ്കിട്ട സ്ഥലമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മക്കരപ്പറമ്പ്. എന്നും സ്മരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സന്തോഷം. ഐ ലവ് യു. താങ്ക് യു സതീഷ് ചേട്ടാ. ഓക്കെ, എന്തായാലും മണിച്ചേട്ടനൊരു ആദരവാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നെയായിട്ട് അത് മാത്രമല്ല കേട്ടോ, ഇതില് നമ്മള് മണിച്ചേട്ടൻ്റെ പാട്ടില് ഡ്യൂറ്റ് ഉണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, നാടൻ പാട്ടുണ്ട്, ഭക്തിഗാനമുണ്ട്. അതിലുപരി നമ്മൾ കുറച്ച് പഴയ മെലഡികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അത് നന്നാവും തോന്നി. ഓക്കെ, നമ്മൾ ഓഡിയൻസ് ആഗ്രഹിച്ച പോലെ എല്ലാ പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സംഗീത വിരുന്ന് ഒരുക്കിയത്. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മള് മണിച്ചേട്ടനുള്ള ഒരു സ്നേഹം പോലെ മങ്കട കൊടുത്ത വലിയൊരു സ്നേഹമാണ് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലൈറ്റ് മൊത്തം ഒന്ന് കട്ട് ചെയ്യോ, ലൈറ്റ് മൊത്തം സ്റ്റേജിലേക്ക് ഔട്ട് ഓഫ് എല്ലാം കട്ട് ചെയ്തോ, മൊത്തം ലൈറ്റ് മൊത്തം കട്ട് ചെയ്തോ. കട്ട് ചെയ്ത വിഷ്ണുവിന് മാത്രമേ കാണുള്ളൂ, നമ്മളെ കാണൂലേ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമ്മള് മണിച്ചേട്ടൻ ഒരു ആദരം നമ്മൾ മങ്കടയുടെ മണ്ണ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരുപാട് പേര് തുടക്കം കുറിച്ചിട്ടുണ്ട്. അഗ്നി സാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്ക് ഇന്നൊരു തെളിയിക്കുന്ന ഒരു അഗ്നി ഇല്ല. നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അതിലോട്ട് ഫോണിലൂടെയുള്ള ഒരു അഗ്നിയാണ്. നമ്മൾ മണിച്ചേട്ടനുള്ള ഒരു സ്നേഹ ഉപഹാരം, സ്നേഹ ആദരവാണ് നമ്മളത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും സ്വന്തം മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി ഒന്ന് പൊക്കി പിടിക്കും എല്ലാവരും കൂടെ ചെയ്തിട്ട്. എല്ലാവരും, ഇനി ഒരുപാട് പേരില്ലേ, എല്ലാവരും ഈ ഒരു കാഴ്ച മണിച്ചേട്ടനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ മണിച്ചേട്ടൻ അങ്ങ് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും ഒരു കാഴ്ച. ഓക്കെ, അപ്പൊ ആരും താഴ്ത്തരുത്. ഇനിയും ഒരുപാട് പേരുണ്ട്. എല്ലാവരും സ്വന്തം മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് പൊക്കി പിടിക്കുക. ഓക്കെ സതീഷേട്ടാ, അപ്പൊ മണിച്ചേട്ടൻ ഒരു സ്നേഹ ഒരു സമ്മാനം നമ്മൾ കൊടുക്കണം കേട്ടോ. മണിച്ചേട്ടന്റെ ശബ്ദമാണ് സതീഷിലൂടെ കേട്ടത്. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു, വല്ലാതെ ഫീൽ ചെയ്തു. അത് പ്രത്യേകം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ അതിനിടയിൽ ഒന്ന് രണ്ട് പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ തന്നുകൊണ്ട് നമ്മുടെ രക്ഷാധികാരി ശ്രീ അരവിന്ദ് രണ്ട് വാക്ക് സംസാരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സ്നേഹം തരുന്ന ഒരു നാട്ടിൽ വന്നിട്ട് രണ്ട് വാക്ക് കേൾക്കാൻ പറ്റുന്ന പറയുന്നത് വലിയ സന്തോഷമല്ലേ സാർ? പറയും. പ്രിയപ്പെട്ട ചെയർമാൻ സമ്മത്, പ്രിയമുള്ളവരെ, ഒരു ഗാനമേളക്കിടയിൽ ഒരു ആശംസ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും മങ്കട കലാസമിതി രൂപം കൊണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിച്ച് വരികയാണ്. നമ്മൾ ഇന്ന് കലാഭവൻ മണിയുടെ
ഓർമ്മ പുതുക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വൈകാരികമായിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരു മികച്ച നടനും അതുപോലെ തന്നെ മലയാളികൾ നന്നായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ നിയമസഭയിലെ അംഗമോടും ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അകാല വിയോഗം നമ്മുടെ കേരളത്തിനും കലാപ്രേമികൾക്കും സാഹിത്യ ലോകത്തിനും ഒരു വലിയ നഷ്ടമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ മങ്കട കലാസമിതി തുറന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. അപ്പോ സതീഷേട്ടന്റെ പാട്ട് നമ്മൾ കേട്ടു. അപ്പൊ ഇവിടുത്തെ ഒരുപാട് പേര് റിക്വസ്റ്റ് പറഞ്ഞതായിരുന്നു മണിച്ചേട്ടന്റെ അടിപൊളി പാട്ട് കേൾക്കണം എന്നുള്ളത്. അപ്പൊ മണിച്ചേട്ടനെ സാധാരണക്കാരുടെ വിളിച്ചു. നമ്മുടെ കേരളത്തിലെ ഓട്ടോക്കാർക്ക് എല്ലാവർക്കും എനർജി കൊടുത്തൊരു ഗാനം ഉണ്ടായിരുന്നു, ആരാരും ആവാത്താൻ തുടങ്ങുന്ന ഗാനം അല്ലെ. അപ്പൊ പാട്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ആ പാട്ട് കൂടെ നമ്മൾ ഈ ഒരു സംഗീത വേദിയിൽ കൊണ്ടുവരികയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സതീഷേട്ടാ. ഈ പാട്ട് പറഞ്ഞ മണിച്ചേട്ടൻ്റെ കൂടെ പാടാൻ ഒരു ഭാഗ്യം കിട്ടി. അതെന്തോ അതിലപ്പുറം വലിയ ഭാഗ്യമൊന്നും ഉണ്ടാവും തോന്നില്ല. അതാണ് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നും സ്മരിക്കുന്ന സന്തോഷം. ഈ പാട്ട് നമ്മൾ വായിക്കുക കേട്ടോ, കുറച്ച് നിർത്തി. ആ പാട്ട് കുറെ മണിച്ചേണ്ട അനുഭവമുള്ള പാട്ടാണ്. അപ്പോൾ വരികളൊക്കെ നിർത്തി പാടുമ്പോൾ അത് പെട്ടെന്ന് കേസ് ചെയ്യാൻ പറ്റും. ആരാരുമാവാത്ത കാലത്ത് ഞാനന്നേ പുറത്തേക്കോ പോകണം. ആരരുമാവാത്ത കാലത്ത് ഞാൻ ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി വണ്ടിയ ദൈവം മണ്ണോട്ട് വണ്ടി ഊരിന്റെ റോട്ടിലെ രാപ്പകലിൽ അണനിട്ടോട്ട് ഓടുമ്പോ അടിച്ചെന്റെ കയ്യും നാട് നടത്തി ഒന്നോട്ട് വണ്ടി ആരരുമാവാത്ത കാലത്ത് ഞാൻ ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി വണ്ടിയ ദൈവം
ഗായിക വരികയാണ്. ഇതും കൂടി പാടി നിർത്താം കേട്ടോ. എല്ലുമുറിയെ പണിയെടുത്തിങ്ങപ്പ കട്ടൻ കുടിച്ച കാലം, പള്ളനിറക്കം വഴിയില്ലാതൊന്ന് നടന്നൊരു കുട്ടിക്കാലം, കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി, കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നു ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി പറ്റിയ ദൈവമാണോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി പറ്റിയ ദൈവമാണോ വണ്ടി. എന്റെ നാട്ടിലെ പകലില്ല ഓടിടുമ്പോ അടിച്ചിട്ട് കൈ നടത്തി നടത്തിയാണോ വണ്ടി. എന്റെ നാട്ടിലെ പകലില്ല ഓടിടുമ്പോ അടിച്ചിട്ട് കൈ നടത്തി നടത്തിയാണോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി പറ്റിയ ദൈവമാണോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി പറ്റിയ ദൈവമാണോട്ടോ വണ്ടി. അംഗീകാരം ഓസ്കാർ എന്നൊക്കെ പറയുന്നത് നല്ലവരായിട്ടുള്ള കലാസ്വാദക മിത്രങ്ങളുടെ നിറഞ്ഞ കയ്യടികളാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത ഗാനത്തിലേക്ക്. നമുക്ക് പുതുതലമുറയ്ക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ എന്ന ആ പാട്ട് അറിയില്ല. നമ്മുടെ പഴയ തലമുറ നമ്മുടെ അമ്മയൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ 1975 കെ സുഗു സ്വര സംവിധാനം ചെയ്ത ജമീല നിർമ്മിച്ച ജയഭാരതി കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായിട്ടൊരു ചിത്രമായിരുന്നു കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രം അല്ലേ. മലയാളികൾ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ചിത്രമായിരുന്നു. ഒരു കാലഘട്ടം ഹൃദയത്തോട് ചേർത്ത് വെച്ച ചിത്രം. നമ്മുടെ അതിൽ ഏറ്റവും സന്തോഷം ഭംഗിയായിട്ടുള്ള ഗാനമായിരുന്നു ചന്ദ്രകളഭം തുടങ്ങുന്ന കാരണം നമ്മുടെ മാതൃകമ്മയുടെ അതിഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ കിടന്ന മലയാളികളുടെ ഹൃദയത്തിൽ ഇന്ത്യൻ സംഗീതം ഹൃദയത്തിൽ ചേർത്ത് വെച്ച അതിമനോഹരമായിട്ടുള്ള ഗാനമാണ്. ആ ഗാനത്തിലേക്ക് പ്രിയ കലാകാരി ഒരുപാട് വേദികളിലൂടെ എല്ലാം നല്ല പാട്ടുകളുമായിട്ട് എത്തിയ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വേദികളിലൂടെ തന്റേതായ സാന്നിധ്യം അറിയിച്ച പ്രിയ കലാകാരി നമ്മുടെ നല്ലൊരു കയ്യടിയോട് കൂടുതൽ സ്വാഗതം ചെയ്യാം. വെൽക്കം വിഷ്ണുപ്രിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുറത്തിറങ്ങിയ ഒരു മലയാളം ഭാഷാ നാടക ചലച്ചിത്രമാണ് പി പത്മരാജൻ രചനയും സംവിധാനം നിർവഹിച്ച് മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ എന്നിവർ അഭിനയിച്ച് ഏവർക്കും ഏറെ സുപ്രസിദ്ധമായ കൂടെവിടെ എന്ന സിനിമയിലെ അതിമനോഹര ഗാനമായി നമുക്ക് മുന്നിൽ ഇനി വരാൻ പോകുന്നത് ശ്രേയാണ്. ശ്രേയ ബാനുവിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 24 ഫ്രെയിംസ് ഫിലിം അവാർഡ് നേടിയ കഴിഞ്ഞ ആഴ്ച നേടിയ ശ്രേയ ബാനു ഇനി വരാൻ പോകുന്ന ഏപ്രിൽ 23 ജാനകിയമ്മയുടെ പ്രോഗ്രാം 12 മണിക്കൂർ ചെയ്യാൻ പോകുന്ന ആളാണ്. നമുക്ക് ശ്രേയ ബാനുവിനെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. 15-16 സെറ്റ് ഓർക്കസ്ട്ര വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത ഓർക്കസ്ട്രയാണ്. അതാണ് അത്. ഈ 3 പേര് ഇതുകൊണ്ടാണ് വളരെ ഗംഭീരമായിട്ട് നമുക്ക് പ്ലേ ചെയ്തത്. നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് ഈ പാട്ടുകൾ വളരെ ലൈവായിട്ട് അവർ വായിച്ചു തന്നത്. ഓക്കെ, എന്തായാലും നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് തന്നെയാണ്. മണീഷേട്ടന് ഒരുപാട് പാട്ടുകൾ കാത്തിറക്കിക്കൊണ്ടുള്ളൊരു ചെയിൻ പോലെ
ഒരുപാട് പാട്ടുകൾ നമുക്ക് മലയാളികൾ ഒരുപാട് പാട്ടുകൾ തന്നിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം കൂടെ കോർത്തിരിക്കുന്ന ഒരു സ്വീറ്റ് സോങ് നമ്മുടെ സതീഷ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ വീട്ടിലെ കല്യാണാലങ്കാരം എല്ലാ പാട്ടും അതാണ് പാട്ടിന് മാത്രമുള്ള പ്രത്യേകത. കുറേ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വെണ്ണില ഉടപ്പുഴമാകെ അനന്തോടാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വെണ്ണില ഉടപ്പുഴമാകെ അനന്തോടാണ്ടി ഓട്ടുന്ന വണ്ടിയിലും കിട്ടുന്നോരയാസും നിന്നെ കുറിച്ചുള്ള ആയിരുന്നു. ഓട്ടുന്ന വണ്ടിയിലും കിട്ടുന്നോരയാസും നിന്നെ കുറിച്ചുള്ള ആയിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കിട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കിട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാണിച്ചു വരും കോടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അല്ല അതാ ഇതെന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പൈസ തരാണ പോലെ പറഞ്ഞിട്ട് കൈയോട്ടം കാട്ടിട്ട് കോടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ മംഗളയാകെ അലഞ്ഞു പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരു മണൽകാരോടാണ് തൊഴിൽ നരികള് വീടിനടയാളം ശിവക്കൊന്ന പച്ചരി ചോറുണ്ട് പച്ചാവി ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നോളൂട്ടോ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ മുത്തുണ്ട് ചുട്ടിച്ച് വന്നോട് കൊണ്ടു ചേട്ടാ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ മുത്തുണ്ട്
നമ്മളൊരു ഒരു ഒരു സ്റ്റൈലുണ്ട്. മണ്ടണ്ട ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരുമ നൽക ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തെ ഓമന ചുണ്ടത്തെ ഓമന ചുണ്ടത്തെ സന്തോഷം. താങ്ക് യു. അടുത്ത പാട്ട് വരുന്നുണ്ടോ? ഇനി അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. നിങ്ങൾ സഹിക്കുക കേട്ടോ. നമുക്ക് ഇത് കുറെ പാടും ഒരു ബോറും നല്ല പറയുന്നത്. ഇനി ഡ്യൂറ്റ് വരാനുണ്ട്, മടിച്ചുണ്ട്, ഭക്തിഗാനുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മെലഡി വരും. സന്തോഷം. താങ്ക് യു. മങ്കട കലാസമിതി ഒരുപാട് കലാകാരന്മാരെ കലയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു പുണ്യ സമിതി തന്നെയാണ്. ഒരുപാട് കലാകാരന്മാരെ കലയുടെ ലോകത്തിന് സമ്മാനിച്ചു. മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് കലാകാരന്മാരെ മലയാള മണ്ണിനെ സമ്മാനിച്ച പുണ്യനാട് മങ്കടയുടെ കലാസമിതിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ നമ്മുടെ ആദിത്യൻ, നമ്മുടെ ഒരു കട്ടച്ചങ്കാളിലെ ആദിത്യനെയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോട് തന്നെ സ്വാഗതം ചെയ്യാം ആദിത്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, അതിനിടയിൽ നമ്മൾ ഒത്തിരി പ്രതിഭകളായിട്ടുള്ള ഇതുപോലെ വളർന്നു വരുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുകയാണ്, അവരെയൊക്കെ വലുതാക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ സമ്മാനം കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ പ്രചോദനമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. അപ്പൊ അതിനു കൂടിയുള്ള ഒരു അവസരമാണിത്. മങ്കടയിലെ ഡാൻസ് മാസ്റ്റർ പ്രിയപ്പെട്ട ബൈജുവിനുള്ള സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുരേന്ദ്രൻ മങ്കട അവരുകളെ ക്ഷണിക്കുന്നു. ബൈജു സ്റ്റേജിലേക്ക് എത്തുന്നു. ആയിരക്കണക്കിന് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച ആളാണ് ബൈജു. ഒരുപക്ഷെ മങ്കടക്കാർക്ക് അത്ര പരിചയമുണ്ടോന്ന് അറിയില്ല. പുറത്തെ സ്കൂളുകളിലും മറ്റും വളരെ അറിയപ്പെട്ട ഒരു കലാകാരനാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം പ്രിയപ്പെട്ട മങ്കടയുടെ കാൽപന്ത് കളിയുടെ സുൽത്താൻ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മങ്കട നൽകുന്നു. മണ്ണോട്
ഇതെന്തോ പറയാനുള്ളത്, വാക്കുകളില്ല. നല്ലൊരു കയ്യടി കൊടുത്തൂടെ ആദിത്യന്. താങ്ക് യു. ഇനിയാണ് മങ്കടയുടെ മണ്ണ് ലോകം അറിയപ്പെടാനുള്ള വലിയൊരു കലാകാരനെയാണ് കേട്ടോ നമ്മളിപ്പോ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പിയാണോ ഈ കയ്യടി? അപ്പൊ ഇനിയും ഒരുപാട് വേദികളിലൂടെ മലയാള സംഗീത ലോകത്ത് ആദ്യം നിറഞ്ഞു തികഞ്ഞു നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കാണാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. എന്തായാലും അടുത്ത ഒരു ഗാനമാണ്, നമ്മുടെ പഴയ തലമുറയ്ക്കുള്ള ഒരു ഗാനമാണ് ആശീർവാദം എന്ന ചിത്രം. നമ്മുടെ അർജുന മാഷുടെ സംഗീതത്തില് വാണിയമ്മയുടെ മാസ്മരികമായിട്ടുള്ള ശബ്ദത്തിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം ഉണ്ടായിരുന്നു. മലയാളികൾ എന്നും ഏറ്റുപാടിക്കൊണ്ടിരുന്ന ഒരു ഗാനമായിരുന്നു സീമന്തരേഖയിൽ തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിലേക്ക് പ്രിയ കലാകാരിയെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല, നല്ലൊരു കയ്യടിയോട് കൊടുത്തിട്ട് സ്വാഗതം ചെയ്യാം. ആളൊന്ന് പരിചയപ്പെടുത്തേണ്ടത്. ഓക്കെ, നമ്മുടെ ഒരു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ? ചോദ്യമാണ്. ഇഷ്ടമാവുന്നുണ്ട്? ഓക്കെ. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ തരംഗമായ, ഇന്ത്യൻ സംഗീതത്തിൽ തന്നെ ഏറെ തരംഗമായ ഒരു അടിപൊളി പാട്ട് തന്നെയായിരുന്നു റാറാറാക്കമാൻ തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിലേക്ക് പ്രിയ കലാകാരൻ ജയേഷ് ആൻഡ് ശ്രേയ ബാനു, വിഷ്ണുപ്രിയ, 3 പേരെയും സ്വാഗതം ചെയ്യുക. ചന്ദ്രൻ മങ്കടക്കുള്ള ഉപഹാരം
നൽകുന്നതിന് വേണ്ടി ഷാജിയെ ആലങ്ങടൻ ഷാജി അവരെ ക്ഷണിക്കുന്നു. അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഒരുപാട് ഷോർട്ട് ഫിലിം മേഖലകളിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചന്ദ്രൻ മങ്കട, അതുപോലെ തന്നെ മങ്കടയുടെ അഭിമാനമായി മാറിയ ഷുക്കൂർ സുന്ദരനുള്ള മെമന്റോ നൽകുന്നതിന് വേണ്ടി ഡോക്ടർ സുകുമാരൻ, അതുപോലെ തന്നെ ഗോപാലൻ മങ്കട അവരുടെയും ദിശ സ്റ്റേജിൽ എത്തിച്ചേരണം. ഈ മെമന്റോ കൈമാറുന്നതിന് ഷുക്കൂർ സുന്ദരന് വേണ്ടി മെമന്റോ കൈമാറുന്നത് രണ്ടുപേരാണ്. ഡോക്ടർ സുകുമാരൻ, അതുപോലെ തന്നെ മങ്കടയുടെ അഭിമാനമായ പ്രിയപ്പെട്ട ഗോപാലൻ മങ്കട അവർ. താങ്ക് യു. പക്ഷേ ഒരു ഡ്യൂറ്റ് പാട്ടാണ് മണിച്ചേട്ടൻ പാടിയ. അത് കേട്ട ആൾക്കാർ അത്രയും രസമുള്ള പാട്ടാണ് മണിച്ചേട്ടൻ. അത് അത്രയും പാടിയിട്ടൊരു പാട്ടാണ്. അത് പാടാൻ ശ്രമിക്കുകയാണ്. സന്തോഷം. താങ്ക് യു. കലാസമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമാണ് പ്രിയപ്പെട്ട ഷെറീന. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാല് മങ്കടയുടെ മണ്ണ് കലാകാരന്മാരെ കൊണ്ട് അത്രയും സമൃദ്ധമായിട്ടുള്ള ഒരു മണ്ണാണ് അല്ലേ? ശരിക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ്. കാരണം മങ്കടയുടെ മണ്ണ് എന്ന് പറയുന്നത് കലാകാരന്മാരെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന, അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടു വാക്ക് ഈ വൈകിയ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഈ നിങ്ങളെല്ലാവരും വന്നത്. ഈ പരിപാടി ആസ്വദിക്കാനാണ്. അതുകൊണ്ട് സമയം കളയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയുള്ളത് നമ്മുടെ ഇതൊരു സംഗീത വേദികളിൽ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണെന്നൊക്കെ പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൽ നമ്മുടെ വൈവിധ്യം പറഞ്ഞ മാപ്പിളപ്പാട്ടുകൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു സംഗീത ശാഖ തന്നെയാണ്. എന്തായാലും ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ കോർത്തിരിക്കുന്ന ഒരു ചെയിൻ സോങ്ങിലേക്കാണ് ഇനി പ്രിയ കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മണവാട്ടി പെണ്ണിനെ
എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം.
ജന്മദിനോറ് മുഹമ്മദാകെ ആദം മക്കളിലൊക്കെ മികച്ചരുതൊക്കെ വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്കവിയുള്ള ആകെ ചുറ്റിലകത്തൊളി വിത്തനകത്തിരുവത്തണമൈത്തിരുവിത്തരുവത്തിരുവത്തിനവിയുള്ള ജന്മദിനോറ് മുഹമ്മദാകെ ആദം മക്കളിലൊക്കെ മികച്ചരുതൊക്കെ വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്കവിയുള്ള തന്നിലുള്ള കരിയൊക്കെ ഈലുമികജാതയാകും ആകരയുമാതരമ്മ കാതിയെന്നുമാടി അന്നുശയില്ലവരാടി ചെന്നുപഴം പരിച്ചോടി അന്ന് വരിച്ചെറു കൂടി ആകെ ചുറ്റിലകത്തൊളി തിരുവിത്തിരുവിത്തിരുവിത്തിരുവിത്തിരുവിത്തിരുവിത്തിരുവിയുള്ള ജന്മദിനോറ് മുഹമ്മദാകിയ ആദം മക്കളിലൊക്കെ മികച്ചരുതൊക്കെ വിളക്കുളി മുക്കിയ മക്കനകർക്കത് ചിക്കവിമല്ല ആകെ ചുറ്റിലകത്തൊളി വിത്തനകത്തിരുവത്തണമൈത്തിരുവിത്തിരുവിത്തിരുവിത്തിരുവിയുള്ള ജന്മദിനോറ് മുഹമ്മദാകിയ ആദം മക്കളിലൊക്കെ മികച്ചരുതൊക്കെ വിളക്കുളി മുക്കിയ മക്കനകർക്കത് ചിക്കവിമല്ല പാമകരി തങ്കത്തുങ്കത്തതിങ്കിണതിങ്കിടമേളം സരി സരിഗമ കിടകത്തതിങ്കിണ തിന്തിമി താളങ്കൃത താളോ സംകൃത പാമകരേ സംകൃത പാമകരി തങ്കത്തുങ്കത്തതിങ്കിണതിങ്കിടമേളം സരി സരിഗമ കിടകത്തതിങ്കിണ തിന്തിമി താളങ്കൃത താളോ സംകൃത പാമകരി സരി സരിഗമ കിടകത്തതിങ്കിണ തിന്തിമി താളങ്കൃത താളോ സംകൃത പാമകരി തങ്കത്തുങ്കത്തതിങ്കിണ സരി സരിഗമ കിടകത്തതിങ്കിണ തിന്തിമി താളങ്കൃത താളോ. താങ്ക് യു. അബ്ബാസ് പട്ടേൽ എന്നിവരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗാനരചയിതാവ്, അവതാരകൻ, അഭിനേതാവ്, മിമിക്രി ആർട്ടിസ്റ്റ് തുടങ്ങി കലയുടെ സകല മേഖലയിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ പ്രിയപ്പെട്ട ഷബീർ വടക്കാങ്കരയെ ആദരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സമദ് മങ്കട, അരവിന്ദേട്ടൻ, ഹുസൈൻ അലി, പ്രിയപ്പെട്ട ഷുക്കൂർ, നമ്മുടെ കലാസമിതിയിൽ എല്ലാ സഹകരണവും സഹായവും നൽകി വരുന്ന ഷുക്കൂർ അടക്കമുള്ളവർ ഷബീറിന് മികച്ച ഒരു കലാകാരനാണ്, ഉപഹാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ ഷബീർ ചില്ലറക്കാരൊന്നുമല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു 2 മിനിറ്റ് ഒരു മിമിക്രി പോയാൽ മതി. മാത്രമല്ല ഗിറ്റാറും
അതുപോലെ തന്നെ കീബോർഡ്, ഹാർമോണിയം തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെ മനോഹരമായിട്ട് വായിക്കും. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകൾ കണ്ണൂർ ഷെരീഫ്, അതുപോലെ രഹന തുടങ്ങിയ അനുഗ്രഹീത ഗായകന്മാരും ഗായികമാരും ഒക്കെ ആലപിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകൾ എഴുതും, നല്ല കലാകാരനാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ഒരു മിമിക്രി ആയിക്കോട്ടെ പ്ലീസ്. അതൊരു മിമിക്രി ഇതിലുണ്ടാവാം. ഷബീർ സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ സമദാനി സാഹിബിനെ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മുൻ MLA അഹമ്മദ് കബീർ അടക്കം ഒരുപാട് ലീഡേഴ്സിനെയും അതുപോലെ തൻ്റെതായ ചില കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ ചെയ്തു. ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ ഒരു വേദിയിൽ നിറസദസ്സിൽ വെച്ച് ഈ മനോഹരമായ ഈ സായം സന്ധിയിൽ ഇവിടെ ഒരു അവാർഡ് വാങ്ങിയതിന്. ഏതായാലും ഒന്നും പ്രിപ്പയർ അല്ല എങ്കിലും 1-2 വ്യക്തികളെ മാത്രം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മലയാളക്കരയിൽ കോഴിക്കോടിന്റെ ശൈലി കൊണ്ടുവന്ന നമ്മോട് വിട്ടുപിരിഞ്ഞ പ്രിയങ്കരനായ മാമുക്കോയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞമ്മളത്തല്ലണ്ട മാവ ഞമ്മളൊന്നാവില്ല. അതല്ല മോനെ എന്റെ പോലീസ് വിപത്ത് ജുവരി കിട്ടുമോ അന്റെ കാര്യം ഞമ്മളേറ്റു, നിന്റെ ഉമ്മന്റെ കാര്യം ഞമ്മളെ ബാപ്പി ഏറ്റു. അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം. ഓക്കെ, താങ്ക് യു. അടുത്തായി വേദിയിലേക്ക് വന്നത് മലയാള സിനിമയിൽ വില്ലനായി വന്ന് ഹാസ്യ നടനായി മാറിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, മിസ്റ്റർ ജനാർദ്ദനൻ ചേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കാലക്കൊട്ടിട്ട് നടക്കാൻ പറച്ച എങ്ങനെ നടക്കുക, എനിക്ക് നടക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അടുത്തതായി വന്നത് മലയാള സിനിമയിൽ ലംബു എന്ന സീരിയലിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ മിസ്റ്റർ പ്രേം കുമാർ ആയിരുന്നു. അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് വീട്ടിലുള്ള ഫോട്ടോ, എന്തച്ഛൻ്റേതല്ല, എന്തമ്മയുടേതല്ല, നന്ദതാണെന്നോ നന്ദേത് മാത്രം നിർത്തുകയാണ്. എന്റെ പഴയകാല മിമിക്രി വേദികളിലൊക്കെ ഞാൻ പറഞ്ഞ് പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ ഒരു കേരളക്കരയിലെ വശ്യമജസി എന്നൊക്കെ പറയാവുന്ന പ്രിയങ്കരനായ നമ്മുടെ മലപ്പുറത്തിന്റെ MP അബ്ദുസമദ് സമദാനി സാഹിബിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടാൽ പ്രിയമുള്ളവരെ, ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഇത് പാരാഭാരം പോലെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്, ഇത് മതസൗഹാർദ്ദത്തിന്റെ സദസ്സാണ്, ഇത് കലാസമിതിയുടെ സദസ്സാണ്, ഇത് മങ്കടയുടെ സദസ്സാണ്, ഇത് കലാഭവൻ മണിയുടെ സദസ്സാണ്, ഇത് നാടൻ പാട്ടിന്റെ സദസ്സാണ്. യഥോലത്ത് ബിലേലോ യശോഹരത്ത് ബിലേലോ ഭലേ ചീനലോ കബുജു മേരി ജവാനി ഭലേ ചീനലോ താക ബചപൻ മസാഗൻ യഹാ ബസ്ത് ഗസ്തി ബവാരിഷി കവാനി. എന്റെ സമ്പത്ത് നീ കൊണ്ടുപോയിക്കോ, എന്റെ പ്രശസ്തി നീ കൊണ്ടുപോയിക്കോ, എന്റെ പണം നീ കൊണ്ടുപോയിക്കോ, എന്റെ ധനവും നീ കൊണ്ടുപോയിക്കോ, എന്റെ സകലതും നീ കൊണ്ടുപോയിക്കോ, പക്ഷേ നീ എനിക്ക് ചിരിച്ചു നൽകുമോ എന്റെ കുഞ്ഞുനാളിലെ കടലാസ് തോണി. തിരമാലയിലെ ഓരോ ഗാനത്തിലും അവന്റെ നാഥമുണ്ടെന്റെ ഇവ സഹോദര, ഇടക്കുതിക്കുന്ന ഓരോ സൂര്യോദയത്തിലും അവന്റെ ഉജ്ജ്വലമായ സംഗീതത്തിന്റെ ഉഷ്ണമുണ്ട് എന്റെ സഹോദര. അതാ അങ്ങകലെ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രഗോളത്തിലൂടെ ഒഴുകി വരുന്ന നിലാവിന്റെ അലകളിൽ അവന്റെ മഹാത്മ്യത്തിന്റെ മുത്തുപടിയുണ്ട് എന്റെ സഹോദര. ഓരോ വിരിയുന്ന പൂവിലും, ഓരോ കരയുന്ന കുഞ്ഞിലും, ഓരോ പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടിയുടെ മനസ്സിലും എല്ലാം അവന്റെ നാഥമുണ്ട്. എന്റെ എളിയ മിമിക്രി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. Thank you.
నాకుండా మంజలు కొండ మాని దగ్గరికి 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 మాని దగ్గరే గాని మురళి దగ్గరే మురళి దగ్గరే గాని మాని దగ్గరే మాని దగ్గరే గాని మురళి దగ్గరే మురళి దగ్గరే గాని మాని దగ్గరే മണിച്ചേട്ടന്റെ അഭിനയ തികവുകൊണ്ട് അത്രയധികം ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം. ആ ഒരു ചിത്രത്തിൽ ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ടായിരുന്നു. സതീഷ് ചേട്ടന്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ ഒരുവിധം ഓഡിയൻസ് അത്രത്തോളം ഹൃദയത്തോടെ ചേർത്ത് വെച്ചു ആ ഒരു ഡയലോഗ്. എന്തായാലും സതീഷ് ചേട്ടാ, ഞങ്ങളുടെ ഒരു കുഞ്ഞു റിക്വസ്റ്റ് ആണ്. ഓക്കെ ഉണ്ണിയേട്ടാ റെഡിയാണോ? ഓക്കെ എങ്ങനെ ഈ ഒരു പടം ഇറങ്ങിയിട്ട് കുറച്ച്
കുറച്ച് വർഷമായി കേട്ടോ. മനസ്സിൽ ഓർത്ത് വെക്കുക, ആ മനസ്സിലെ ക്ലൈമാക്സ് രംഗം കേട്ടോ. സന്തോഷം. കൃഷ്ണേട്ടോ, കവല പറയാൻ ആൾക്കാരുണ്ടല്ലേ, നമുക്ക് പറയാവോ? എല്ലാരും കാണണം കൃഷ്ണേട്ടാ. നരക്ക് കണ്ണും കാണുന്നല്ലേ, അത് കാണണ്ടേ? വാസന്തിയെ കൊച്ചോണ്ട് പ്രാവശ്യം ഇട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കൈതക്കുട്ടി എന്ത് പറഞ്ഞാലും ചിരിക്കും. കൃഷ്ണേട്ടോ, കൃഷ്ണേട്ട് കണ്ടവളെ എന്റെ വാസന്തി കിടക്കണ്ടോ? ഇങ്ങനെ ഒരു കൈതക്കുട്ടി അമ്മ എന്റെ വാസന്തിന്റെ കണ്ണുകളൊക്കെ മീനുകളെ കൊത്തി പറഞ്ഞേക്ക. എനിക്ക് കാണണ്ട അവളെ. കൃഷ്ണേട്ടാ, എന്റെ വാസന്തി തെക്കേ പുറത്തെ പ്ലാവിണ്ട് ചോദിച്ച് അടക്കം ചെയ്താൽ മതി. എന്നോട് പിണങ്ങുമ്പോഴേ അവളവിടെ പോയി ഇരിക്കാറ്. ഇങ്ങനെ ഒരു കൈതക്കുട്ടി. തോമസാറ് വന്നോ? തോമസാറേ, എന്റെ വാസത്തിൽ കിടക്കണുണ്ടോ? എന്തില്ലെങ്കിലും പറയൂലേ? പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. ഇങ്ങനെ ഒരു കൈതക്കുട്ടി എന്റെ വാസത്തിക്ക് കാഴ്ചയിട്ടുണ്ട്. ഒരുപാട് കാച്ചെന്ന തോമസാറാ. തോമസാറ് പാവാ. തോമസാറ് പാവാ. തോമസാറ് പാവാ. തോമസാറ് പാവാ. തോമസാറ് പാവാ. എന്റെ വാസത്തിനെ കണ്ണുനോ? എനിക്ക് കണ്ണു വേണ്ട. ഈ നശിച്ച ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. വാസത്തി, എന്നെ കൊച്ചെണ്ണ വിളിക്കണ. എനിക്ക് കണ്ണു വേണ്ട. ഈ നശിച്ച ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. വാസത്തി, എന്നെ കൊച്ചെണ്ണ പോവണ്ട. എനിക്ക് കണ്ണു വേണ്ട. 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 ഒന്നാമത് ഈ ഒരു വേദിയിൽ പെട്ടെന്ന് പറഞ്ഞോണ്ടാട്ടോ. ഇപ്പോൾ സീസണൊക്കെ ആയി, പിന്നെ അതും കൂടെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഉള്ളിൽ നിന്ന്. സന്തോഷം കേട്ടോ. ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത് എൻ്റെ റിയാസ് ഭായി, അതുപോലെ സമുദ്ക്ക. കാരണം ഇവിടെ ഒരുപാട് പ്രോഗ്രാം, ഞാൻ പറഞ്ഞത് മക്കരപ്പറമ്പിലാണ് ആദ്യമായിട്ട് വരുന്ന മണിച്ചേൻ്റെ കൂടെ. അവിടുന്ന് ഇത്രയും വേദി പങ്കിട്ടു. ആ വേദിയുടെ ഓഡിയൻസ് ഇതുപോലെ നമ്മൾ തുടങ്ങിയത് 7:30 8 മണിക്കാണ് തുടങ്ങിയതല്ലേ. അതേ ഓഡിയൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഇരിക്കാൻ ഒരു ചെയറില്ല എന്നുള്ള സങ്കടം മാത്രമേ കേട്ടോ. അത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇല്ല സതീഷ് ചേട്ടാ, അതില് എന്താ പറയാ, നമ്മുടെ സംഘാടകര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സതുദ്ദേശം മങ്കടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇരുന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ നിന്നിട്ടെങ്കിലും അത് കണ്ടിട്ട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് മങ്കടയുടെ മണ്ണ് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സദയം നമിക്കുകയാണ് കേട്ടോ ഈ ഒരു വാക്കുകൾക്ക് മുന്നിൽ. തീർച്ചയായിട്ടും താങ്ക് യു. അപ്പൊ ഇനിയുള്ളത് നമുക്കില്ലൊരു നടന വിസ്മയമാണ് ഇനി നമ്മുടെ വേദിയിലേക്ക് വരാനുള്ളത്. കലയെയും കലാകാരന്മാരെയും നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണപ്പോ DNB ഡാൻസ് കമ്പനി പെരിന്തൽമണ്ണ നടന വൈഭവം കൊണ്ട് കുഞ്ഞു കലാകാരികൾ തൊട്ട് അങ്ങനെ ഒരുപാട് വേദികൾ കീഴടക്കുന്ന നടന വൈഭവം കൊണ്ട് ഒരുപാട് വേദികൾ കീഴടക്കുന്ന നമ്മുടെ DNB ഡാൻസ് കമ്പനി പെരിന്തൽമണ്ണയുടെ പ്രിയ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന നടന വിസ്മയമാണ് ഇനി വേദിയിലേക്ക് വരാനുള്ളത്. അപ്പൊ നല്ലൊരു കയ്യടിയോട് കൊടുത്ത് സ്വാഗതം ചെയ്യാൻ നമ്മുടെ DNB ഡാൻസ് കമ്പനി പെരിന്തൽമണ്ണയെ.
ഷെരീഫ് ഖാൻ കടന്നമണ്ണക്കാരനാണ്, ചരിത്ര പ്രസിദ്ധി കൊണ്ട് പുകഴ്പറ്റ കടന്നമണ്ണയുടെ ഒരു പ്രിയ കലാകാരനാണ്. ഒരുപാട് വേദികളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പാട്ടുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് റിയാലിറ്റി ഷോയിൽ പാടി എന്ന് പറഞ്ഞു. അതിന് ഡീറ്റെയിൽ ഒന്ന് ഷെരീഫ് പറയോ? തീർച്ചയായിട്ടും 2009 പട്രോമാലിന്റെ സെക്കൻഡ് സീസണിൽ മത്സരാർത്ഥിയായിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് പങ്കെടുത്ത 4 കലാകാരന്മാരിൽ ഒരാൾ കടന്നമണ്ണക്കാരനായ നിങ്ങളുടെ ഷെരീഫായിരുന്നു. ഇപ്പോ തൊട്ടടുത്ത് ചേരിയം ഹൈസ്കൂളിലെ അധ്യാപകനായി ജോലി ചെയ്യുന്നു. താങ്ക് യു ഷെരീഫ് ഖാൻ. ഓക്കെ, ഇപ്പൊ എന്തായാലും ഷെരീഫ് ഖാന്റെ ഒരു പാട്ട്, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഒറ്റക്കല്ല പാടുന്നത്, ഞാനും സതീശേട്ടനും കൂടിയാണ് പാടുന്നത്. ഓക്കെ, എന്തായാലും ഷെരീഫ് ഖാന്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മുടെ കലാഭവൻ സതീഷും അതുപോലെ തന്നെ ഷെരീഫ് ഖായും കൂടെ ഒന്നിച്ച് പാടണം എന്നുള്ളത്. എന്തായാലും സതീഷേട്ടാ പ്ലീസ്. ഓക്കെ, ഷെരീഫ് ഖാൻ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് നമ്മുടെ മങ്കടയ്ക്ക് വേണ്ടിയിട്ട്? ഓർമ്മയിൽ നിന്നും മണിച്ചേട്ടൻ എന്നുള്ള ഒരു പ്രോഗ്രാം ആണല്ലോ ഇത്. അപ്പോ കലാഭവൻ മണി കൈവെക്കാത്ത ഒരു മേഖലയുമില്ല എന്ന് മങ്കടക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കലാഭവൻ മണി പാടിയ ഒരു മാപ്പിളപ്പാട്ടാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. അധികം വന്നാൽ ഉയർച്ച കണ്ടാൽ വെള്ളച്ച കണ്ടാൽ സഹിച്ചിടാത്ത സുഹൃത്ത് ഉലകം ഇതിൽ നിറഞ്ഞതിനാൽ നമുക്ക് പറ്റി വിപത്ത്. ഉയർച്ച കണ്ടാൽ വളർച്ച കണ്ടാൽ സഹിച്ചിടാത്ത സുഹൃത്ത് ഉലകം ഇതിൽ നിറഞ്ഞതിനാൽ നമുക്ക് പറ്റി വിപത്ത്. പടച്ചറപ്പേ പടപ്പിലെന്ന ചെറിയ ഹസത് പഠിക്കും അധികം വന്നാൽ വിനയും പറയും ഹസാദ്. മനുഷ്യരെല്ലാം ഒരു പിതാവും മകളും തറിഞ്ഞ് മതവും ജാതി വിഭജിക്കാതെ പറയുന്നു. മനുഷ്യരെല്ലാം ഒരു പിതാവും പ്രിയ മക്കളും തറിഞ്ഞ് മതവും ജാതി വിഭജിക്കാതെ കഴിയും നന്മ ചൊരിഞ്ഞ്. പടച്ചറപ്പേ 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 പടപ്പിനെന്താ മനസ്സിലെ പഠിക്കും ഗുണം പറയും വന്ന് പറയും ഹസാദ്. പിറപ്പിൻ കഴുത്തറുപ്പ് തിരിഞ്ഞു തള്ളും മനുഷ്യ ഉലകിലെ ജനലക്ഷ്യം മറന്ന പിന്നെ ഇരുള. പിറപ്പിൻ കഴുത്തറുപ്പ് ചിരിച്ചു തള്ളും മനുഷ്യ ഉലകിലെ ജനലക്ഷ്യം മറന്ന പിന്നെ ഇരുള. ഗ്രാമത്തിന്റെ അലാമത്തല്ലേ സകലം റബ്ബിൽ വണങ്ങാം. ഗ്രാമത്തിന്റെ അലാമത്തല്ലേ സകലം റബ്ബിൽ വണങ്ങാം. കനിവ് നന്മ നിറച്ചു വെച്ച് പടച്ചവനെ സ്തുതിക്കാം. ആ കനിവ് നന്മ നിറച്ചു വെച്ച് പടച്ചവനെ സ്തുതിക്കാം. പടച്ചറപ്പേ പടച്ചറപ്പേ പടച്ചറപ്പേ
പടച്ചറബേ പടപ്പിനെന്താ മനസ്സിലേറ്റ ഫസദ് പഠിപ്പും ഗുണം അധികം വന്ന പറയും നിറ്റ ഫസാദ് ഉയർച്ച കണ്ടാൽ വെറുത്ത കണ്ട സഹിച്ചിടാത്ത സുഹൃത്ത് ഭാരതമെതിൽ നിറഞ്ഞതിനാൽ ദിനവും നിത്യം ഹസാദ് തോട്ടക്കാട്ടിലെ മമ്മദ് അല്ല ഇവര് വിഷന്മാരാ ഇവര് ഒരു കയ്യടിയില്ല ഭയങ്കര ആൾക്കാരാ തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാണ്ട് തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാണ്ട് തൊട്ട് കമൽക്കൊരു ചെയ്താലിലക്കോ മരുന്നൊന്ന് കുടിച്ചിട്ട് മാറാത്തൊരിലക്കോ കല്ലിളിച്ച് കാണിച്ച് മറന്നൊരു കിടത്തോ അവനൊരു സൈത്താനിടക്കോ മരുന്നൊന്ന് കഴിച്ചിട്ട് മാറാത്തിളക്കോ പല്ലിളിച്ച് കാണിച്ച് വിളക്കും മമ്മദ് തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ അത് കണ്ട് പേടിച്ച് പീഡർ പാത്തും മാമ അവത്തും മമ പാത്തും മാമ മൈഡ് മോളെ എന്നറിയോ എന്നോട് പറഞ്ഞ പാട്ട് അടുത്ത പോലെ അറിയില്ല അത് മൈഡ് മോളെ എന്നട്ടാ മൈഡ് മോളെ അതിക്കാതെ ചെയ്ത് ആകെ കുഴപ്പത്തില മൈഡ് മോളെ അതിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ കാലത്ത് കുറ്റമാട്ടിക്കുല വല്ലതോടി കുലാന്നേ പാട്ടിങ്ങനെ വെമ്പ് അവിടെ മൈയുടെ മോളെ ഒന്ന് വിളിച്ചു തീർത്ത് മൈയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്ത് മുട്ടുപണിക്കൂല മുട്ടുപണിക്കൂല എന്താണെന്ന് കൊണ്ട് മൈയുടെ മോളെ ആകെ കുഴപ്പത്തിലാണ് കാലക്കാലത്തിരിക്കൂല മുറ്റമടിക്കൂല മൈയുടെ മോള് ഞാൻ നിക്കാഹ് ചെയ്ത് ആകെ കുഴപ്പത്തിലാണ് മനോഹരമായ തൂലിക ചലിപ്പിച്ച പ്രിയങ്കരനായ സാദിഖ് ബേബി വേദിയിലേക്ക് വന്നാലും ഓക്കെ
കയ്യടി വേണം പ്രിയമുള്ളവരെ. നമ്മുടെ കലാസമിതിയിലെ ഗായകരുണ്ട്. ഈ ചെയിൻ സോങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയാണ്.